കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് വീണ്ടും യോഗം ചേരും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ യോഗത്തിലുണ്ടാകും. നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CC മുകുന്ദൻ പിന്തുണ തേടി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെ കാണും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനിത വിജയരുന്നു. വിനിത, ഇപ്പോഴും നമ്മുടെ ഈ കോൺഗ്രസ് MP-മാർ കേരളത്തിൽ വന്ന് മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല ഹൈക്കമാൻഡിന്. അതിലൊരു ഫൈനൽ തീരുമാനം ഇനിയിപ്പോൾ അധിക സമയം എന്തായാലും ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പോൾ അതിലൊരു ഫൈനൽ തീരുമാനം എന്ന് പ്രതീക്ഷിക്കണോ? വിനിത, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് സ്മിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലേക്ക് അടക്കം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഒരു അനുനയ നീക്കവും ഒക്കെയായി KPCC അധ്യക്ഷൻ തന്നെ K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണെന്നാണ് അദ്ദേഹം സുധാകരനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സുധാകരനെ കൂടാതെ അടൂർ പ്രകാശും MK രാഘവനും ഒക്കെ തന്നെ മത്സര സന്നദ്ധത ഹൈക്കമാൻഡുമായൊക്കെ നേതാക്കളുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുധാകരൻ തന്നെ താൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ K സുധാകരനെ പിന്തുണച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകളൊക്കെ തന്നെ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ സുധാകരന്റെ ഫ്ളാറ്റിലെത്തി KPCC അധ്യക്ഷൻ തന്നെ കൂടിക്കാഴ്ച നടത്തിയത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ MP-മാർ ആരും തന്നെ ചിത്രത്തിലേ ഇല്ല എന്നാണ് അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി, സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിതാ വീണ്ടും രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന പോലെ തർക്കങ്ങളൊന്നുമില്ലാത്ത ഒറ്റപ്പേരിലെത്തിയ മണ്ഡലങ്ങൾ, സിറ്റിംഗ് മണ്ഡലങ്ങൾ എന്നിവരെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലേക്കുള്ള ചില പ്രശ്നങ്ങളും തർക്കങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെയുള്ള മണ്ഡലങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെയാണ് ഇന്ന് നടക്കുക. അതിനുശേഷം തിങ്കളാഴ്ച വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നേക്കുമെന്നാണ് ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ പറയുന്നത് പോലെ MP-മാരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ അത് തുടരുകയാണ്. ഇന്ന് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ വീണ്ടും ഡൽഹിയിലെത്തും. ഇന്നലെ ഈ തുടർ ചർച്ചകൾക്കൊക്കെയായി തന്നെ KPCC അധ്യക്ഷൻ ഡൽഹിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ CC മുകുന്ദൻ കൂടി ഇന്ന് ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ചർച്ചകൾക്കും ഒക്കെയായി CC മുകുന്ദനെ വിളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ ഞാൻ വരുന്നില്ല എന്നാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചത്. ഇന്നലെ KC വേണുഗോപാൽ അടക്കം പറഞ്ഞത് നാട്ടികയിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകും, അത് അവിടെയുള്ള പ്രാദേശിക നേതാക്കളുടെ കൂടി ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാവും മറ്റ് തീരുമാനമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഡൽഹി സന്ദർശനം.